കോടതി മുഴുവൻ റിപ്പോർട്ടും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതായുള്ള വിവരമുണ്ട് എന്ന് നമുക്കറിയാം. കോടതി തന്നെയും അത് പറയുന്നുണ്ട്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതായുള്ള വിവരം കോടതി മുൻപാകെ എത്തുമ്പോൾ കോടതി എന്താണ് ചെയ്യുക? കോടതി തന്നെ പറയുന്നു ഈ കുറ്റവാളികളെയും അതുപോലെ തന്നെ ഇരകളെയും അവരെ എങ്ങനെ ഇക്കാര്യത്തിൽ നീതി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യം അഡ്രസ്സ് ചെയ്യേണ്ടത് കോടതിയുടെ ബാധ്യതയാണെന്ന് കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീ അഭിലാഷ്, കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ ആ റിപ്പോർട്ടിൽ അതിന് അവലംബമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളതെന്നുള്ളത് പരിശോധിക്കും. അതിനകത്ത് ഇരകൾക്ക് എന്താണ് അഷ്വറൻസ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് പരിശോധിക്കും. ഇരകൾ ഇത് നിയമ നടപടിക്കായിട്ടാണോ ഇത് ഷെയർ ചെയ്തത്, അങ്ങനെ ഇര സഹകരിക്കുവാൻ, അതായത് അന്വേഷണവുമായി മുൻപോട്ട് സഹകരിക്കുമോ എന്നോ അവരുടെ സുരക്ഷിതത്വം, ഈ വിഷയമെല്ലാം സമഗ്രമായി പരിശോധിച്ചതിന് ശേഷം കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസാണ് നടന്നിട്ടുള്ളത്, ഇരയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ലാതെ തന്നെ അന്വേഷണവുമായി മുൻപോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസപ്രകാരം, എൻ്റെ നിയമബോധ്യപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുവാൻ കോടതി നിർദ്ദേശിച്ചേക്കാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണക്ട് ചെയ്ത് പറയേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമുക്കറിയില്ല ഈ റിപ്പോർട്ടിൻ്റെ രണ്ടാമത്തെ വോള്യത്തിൽ എന്താണ് എന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള നോട്ട്സ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഒരു FIR 173 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം FIR രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടാണോ അല്ലയോ എന്നുള്ളത് കോടതി കണ്ടെത്തുന്നത്. ഇനിയിപ്പം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും അവർ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ നിയമ നടപടി വരുന്നതെങ്കിൽ ഇത്രയും നാൾ സർക്കാർ എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത് എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടുക, അതിനെ സംബന്ധിച്ച് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ പറയുകയുണ്ടായി. അതിൻ്റെ നിയമവശം മാത്രം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ കേൾവിക്കാർക്ക് വ്യക്തത വരുത്തുവാൻ വേണ്ടി. ഈ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം നടത്തുന്ന ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ആർക്കെതിരെയെങ്കിലും ഒരു ആരോപണം വരികയാണ് എന്നുണ്ടെങ്കിൽ ആരാണോ ഇതിനകത്ത് ആരോപണ വിധേയമാകുന്നത് അവരെ സെക്ഷൻ 8B പ്രകാരം കേൾക്കേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ക്രോസ് എക്സാമിൻ ചെയ്ത് അതിൻ്റെ സത്യസന്ധത, ആ വെറാസിറ്റി അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്ഷൻ 5 പ്രകാരം സിവിൽ കോടതിയുടെ അധികാരമുള്ളതുകൊണ്ട് അവിടെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. ഇന്ത്യയിൽ എവിടെയും ആളെ സമ്മൺ ചെയ്തുകൊണ്ട് അവരുടെ മൊഴിയെടുക്കുവാൻ കഴിയും. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല, ഇതൊരു കമ്മിറ്റി മാത്രമാണ്. അങ്ങനെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അഷുറൻസസ് ഒന്നുമില്ല എന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള മൊഴിയുടെ സ്വഭാവം എന്താണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പരിശോധിച്ചൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുള്ളത്. ഈ 4.5 വർഷത്തോളം നടപടി എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുവാൻ ഡയറക്ഷൻ വരികയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്ത് തീരുമാനമൊന്നും എടുക്കാതെ ഇരുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യനിർവഹണത്തിൻ്റെ കൃത്യനിർവഹണത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റമായിട്ട് ഒരു പക്ഷേ പൊതുസമൂഹം സർക്കാരിൻ്റെ ഭാഗത്ത് കണ്ടേക്കാം. കോടതിയാണ് ഒരു സെക്കൻഡ് ശ്രീ രാഹുൽ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ അഭിലാഷ്, ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ഗേൾസ് എന്നും വിമൻ എന്നും രണ്ടായി പറയുന്നുണ്ട്. ചിലയിടത്ത് ദ ഗേൾ സ്റ്റേറ്റഡ് എന്നും പറയുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത ആൾ എന്ന് നമുക്ക് സ്വാഭാവികമായും അസ്യൂം ചെയ്യേണ്ടി വരും. പോക്സോ നിയമം വരുന്നതിന് മുമ്പാണോ അതിന് ശേഷമാണോ ഈ കുറ്റകൃത്യം നടന്നിട്ടുള്ളത് എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ശിശുപീഡനം അടക്കമുള്ള ഗൗരവതരത്തിലുള്ള സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ എന്നിരിക്കെ പരാതിക്കാരായി ആരുമില്ലെങ്കിലും കേസ് എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുമോ? അങ്ങനെ ഒരു പരാതിയോ അതല്ലെങ്കിൽ ഈ കേസിൽ മൊഴി കൊടുക്കാൻ ആരുമില്ല എന്ന സാഹചര്യമോ കേസിനൊരു തടസ്സമാണോ? ഇത് മൈനറാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ശ്രീ അഭിലാഷ്. ഗേൾ എന്ന് പറയുന്ന ഒരു പൊതു പദപ്രയോഗത്തിലൂടെ നമുക്കത് നിയമത്തിൽ മൈനറായിരുന്നു എന്ന് നമുക്ക് ഇൻഫർ ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. അത് കോടതിയാണ് അസർട്ടൈൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച വർഷങ്ങളുടെ ഡിലേയെക്കുറിച്ച്, ഈ ഡിലേക്ക് എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടെങ്കിൽ ഒരു ലൈംഗിക കുറ്റകൃത്യ കേസിൽ ഒരു ഇരയെ സംബന്ധിച്ചിടത്തോളം 10 വർഷം 15 വർഷം കഴിഞ്ഞിട്ടാണ് അവർ പേടി കൊണ്ട് ഇത് പുറത്തു പറയാതെയാണ് അവർ പുറത്ത് കമ്മീഷൻ്റെ മുമ്പിൽ ഷെയർ ചെയ്യുകയും അതുപ്രകാരം നിയമ നടപടിയുമായി മുൻപോട്ട് പോകുവാൻ അവർക്ക് മനസ്സുണ്ട്, നീതി വേണമെന്ന് അവർക്കൊരു തോന്നലുണ്ടാകുകയാണെങ്കിൽ ആ ഡിലേ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ഒരിക്കലും സൈലൻ്റ് ആയിട്ടിരുന്ന പരാതിക്കാരി കാരണമല്ല ഹേമ കമ്മീഷൻ കമ്മിറ്റി അവരെ കോണ്ടാക്ട് ചെയ്തത്.
അപ്പം ഡിലേ എന്ന് പറയുന്നത് എക്സ്പ്ലെയിനബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഈ അട്രോസിറ്റി ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം കോമൺ ആയിട്ടുള്ള കുടുംബമാണ്. കാരണം എനിക്ക് ശ്രീ അഭിലാഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് അറിയില്ല, താങ്കൾക്ക് എന്നെക്കുറിച്ച് അറിയില്ല, പക്ഷേ നമുക്കെല്ലാം ഈ സിനിമാ കുടുംബത്തിലെ ആൾക്കാരെക്കുറിച്ച് അറിയാം. അപ്പോൾ ഏറ്റവും പരിഷ്കൃതമെന്ന് നാം കാണുന്ന കേരളത്തിന് സിനിമാ ലോകത്തിൽ ഇതുപോലെ വസ്ത്രം മാറാൻ പോകുന്ന സമയത്ത് പുറകിലൂടെ പോയി കെട്ടിപ്പിടിക്കുക, ഇത്തരത്തിലുള്ള അട്രോസിറ്റീസ് ഒരാളുടെ ഇംഗിതത്തിന് വിരുദ്ധമായിട്ടെങ്കിൽ അങ്ങനെ ശാരീരികമായിട്ട് കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒഫൻസസ് ഒക്കെ തീർച്ചയായിട്ടും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ നിയമ നടപടി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ. സബ്ജുഡൈസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. വളരെ ഗൗരവത്തോടു കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രദ്ധിക്കുക. ഇവിടെ ഉള്ളത് ഇരകളും വേട്ടക്കാരുമല്ല, പരാതിക്കാരും ആരോപിതരുമാണ്. ഇനി സ്ത്രീപക്ഷ സമീപനം എടുത്ത് പരാതിക്കാരെ ഇരകളെന്ന് തന്നെ വിളിച്ചോളൂ. ഇരകളും ആരോപിതരുമാണ്. ഇവരെ വേട്ടക്കാരെന്നോ ഇവരെ കുറ്റക്കാരെന്നോ പറയാനുള്ള അധികാരം നമുക്കില്ല. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണം, കോടതിയുടെ പ്രോസസ്സിലൂടെ പോകണം. ഇല്ലാതെ ഇവരെ ഓൾറെഡി ബ്രാൻഡ് ചെയ്യരുത്. കാര്യം അങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ വ്യക്തിപരമായ കേസ് നോക്കുന്ന, അല്ലെങ്കിൽ അവരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവരുടെ പേര് പറയുന്നത്. എത്രയോ പേർ അവരെ ടാർഗറ്റ് ചെയ്യപ്പെട്ടു മാധ്യമങ്ങളുടെ കയ്യടിക്ക് വേണ്ടി. ഈ പ്രൊഡ്യൂസറുടെ കേസിൽ കോടതി പറഞ്ഞ വാക്കുകൾ ആലോചിക്കണം. പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് മീഡിയക്കാരെ കാണിക്കാനല്ലേ എന്ന്. ആ രീതിയിലുള്ള സമീപനം പലപ്പോഴും പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും പോലീസുകാരുടെയും ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യം. ഇനി ഇന്റർനാഷണൽ ജൂറിസ്പ്രുഡൻസ്, അന്താരാഷ്ട്ര തലത്തിൽ എന്താ, ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോണി ഡെപ്പും ആംബർ ഹേർഡും തമ്മിലുള്ള അന്താരാഷ്ട്ര തലത്തിലെ കേസ്, ജോണി ഡെപ്പ് മാനനഷ്ടത്തിന് പോയപ്പോൾ അവസാനം 80 കോടി രൂപയാണ്, അല്ലെങ്കിൽ $10 മില്യൺ ജോണി ഡെപ്പിന് സമ്മാനിച്ചത്. ഇനി മാനനഷ്ട കേസുകൾ നമ്മുടെ നടിമാർക്കെതിരെ കൂടെ നടന്നു, സഹോദരിമാർക്കെതിരെ കൂടെ നടന്നു. ഫ്യൂച്ചറിസ്റ്റിക് ആവൂ, ഭാവിയിലേക്ക് തീരുമാനിക്കൂ. ഇന്നലകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരിവാരത്തേക്ക് ഉപേക്ഷിക്കുന്നു മാത്രമാണ്.